മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ മറവി എന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. എത്ര വലിയ അത്ഭുതങ്ങൾ കൊട്ടിഘോഷിച്ചാലും പെട്ടെന്ന് മറക്കുന്നതുകൊണ്ട് പിന്നീട് അതിന്റെ ഒരു വർത്തമാനവും കേൾക്കാനില്ല. പറഞ്ഞു വരുന്നത് PM ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭയെ പോലും അറിയിക്കാതെ തലയിൽ മുണ്ടിട്ടുപോയി ഒപ്പുവെച്ച പിണറായി വിജയനെ കുറിച്ച്. മലയാളികൾക്ക് തോന്നിയ അറപ്പും വെറുപ്പും ചെറുതല്ല. കേരളത്തിലെ പിഞ്ചുമക്കളുടെ വിദ്യാഭ്യാസം സംഘപരിവാറുകാരന്റെ കാവിക്കോടിയിൽ ചുരുട്ടിവെച്ച പിണറായി മലയാളികളെ പറ്റിച്ചു എന്ന് പറഞ്ഞത് കോൺഗ്രസും മുസ്ലിം ലീഗുമല്ല, CPMന്റെ കൂടപ്പിറപ്പായ CPI തന്നെയാണ്. എന്നിട്ടെന്തായി? കത്തെഴുതി പദ്ധതി ഇല്ലാതാക്കാമെന്ന ധാരണയോടെ CPM CPIക്ക് കീഴടങ്ങി എന്നൊക്കെ വാർത്തകൾ വന്നു. ലോകകപ്പ് ജയിച്ച മെസ്സിയെ പോലെ ബിനോയ് വിശ്വം ലോകത്തെ അഭിവാദ്യം ചെയ്തു നടന്നു. എന്നിട്ടെന്തായി? CPM കേന്ദ്രത്തിന് അയക്കാമെന്ന് പറഞ്ഞത് അയച്ചോ എന്നുള്ളത് മലയാളികൾ അന്വേഷിച്ചോ? പോട്ടെ, വിഡ്ഢിയായ ബിനോയ് വിശ്വം അന്വേഷിച്ചോ? ഇല്ല. ഇത് BJPയും CPMും ഉണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു. അവർ ചേർന്ന് CPIയെ വെറും കഴുതകളാക്കുകയായിരുന്നു. നിലവിലുള്ള CJP കരാറിന്റെ ഭാഗമായി PM ശ്രീ പദ്ധതിയിൽ പൊതുജനങ്ങളെ മാത്രമല്ല CPM അവരുടെ സ്വന്തം സഖ്യകക്ഷിയായ CPIയെയും കബളിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ചങ്ങാതിമാരായി മാറിയ മോദിയും പിണറായിയും ചേർന്ന് എല്ലാ ധാരണകളും ഉണ്ടാക്കി. അത് കേരളത്തിൽ അടിച്ചേൽപ്പിച്ചു. അവസാനം CPIയും എമ്മും BJPയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണ്. CPI അല്ല, BJP ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട LDF ഘടകമാണ്. അവർ ഒരുമിച്ചിരുന്ന് പദ്ധതിയെല്ലാം നടപ്പിലാക്കി. CPI എന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുകയാണ്. BJPയുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി CPIയെ കബളിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതായത് പദ്ധതി നിർത്തിവെച്ചതായി CPI-M അവകാശപ്പെടുന്നു. പക്ഷേ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ആദ്യഘട്ടം എന്നോണം 93 കോടി രൂപ വാങ്ങി കീശയിലിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. റദ്ദാക്കിയ ഒരു പദ്ധതിക്ക് എങ്ങനെയാണ് പണം നൽകുന്നത് എന്ന സാമാന്യ ചോദ്യം പോലും ഉന്നയിക്കാനുള്ള ആംബിയർ ഇല്ലാതായി CPI മാറിയിരിക്കുന്നു. ഒന്നുകിൽ കാനം രാജേന്ദ്രനെ പോലെ പിണറായിക്ക് അടിമപ്പെട്ടതാണ് ബിനോയ് വിശ്വം, അല്ല എങ്കിൽ നല്ല പണമോ പാരിതോഷികമോ സ്വീകരിച്ചു കാണും. ഇതാണ് മലയാളികൾ സംശയിക്കുന്നത്. ഈ പദ്ധതി വേണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും സംസ്ഥാനത്തിനില്ല എന്നാണ് അറിയുന്നത്. എങ്കിലും LDF തീരുമാനിച്ച പ്രകാരം വേണമെന്നെഴുതിയ ഒരു കത്ത് അയക്കേണ്ടതാണ്. അതും അയച്ചില്ല. ഒരു കത്തയക്കുന്നതിന് ഇവരെ തടയുന്ന ഒന്നും തന്നെ ഇല്ല എന്നിരിക്കെ അവർ മനഃപൂർവ്വം ഇതെല്ലാം വൈകിപ്പിക്കുന്നു എന്ന് CPIക്കും അറിയാം. അവർ പേടിച്ച് മൂലക്കിരിക്കുകയാണ്. സത്യത്തിൽ PM ശ്രീ പദ്ധതി പിണറായി സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. NEP എന്ന കേന്ദ്ര കാവ്യവൽക്കരണ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ അവർ RSSനെ സംസ്ഥാന സർക്കാർ സ്കൂളുകളിലേക്ക് കടത്തിവിടുകയും ചെയ്തിരിക്കുന്നു. വിഡ്ഢികളായ CPIയെ പറ്റിച്ചോളൂ, മലയാളികളെ ഒന്നടങ്കം പറ്റിക്കാമെന്നത് മനസ്സിൽ വെച്ചാൽ മതി.